ഹലോ. അപ്പോൾ കോളേജ് വിട്ട പാടന്നെ എന്തൊക്കെയോ ഒരു കൊറിയർ എടുക്കാൻ പോകാണ്ടായിരുന്നു കാസർഗോഡിൽ. എന്തൊക്കെ പ്രൊഫഷണലിലേക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനും എൻ്റെ ചങ്ങായി, എൻ്റെ പിരിസപ്പെട്ട ചങ്ങായി ഒളിച്ചെല്ലി ഒറ്റക്ക് പോകണ്ട, ഞാനും വരുന്നതിൻ്റെ ഒക്കെ പിള്ളേർക്കെല്ലാം ഇപ്പോൾ പിരിസം കൂടി ഇപ്പം ഞങ്ങൾ എന്താക്കി നേരെ എന്താക്കി കൊറിയർ ഷോപ്പിലേക്ക് പോയി. ഉമ്മ ചെല്ലിന് എന്താ അറിയോ, ഫസ്റ്റ് ഒരു ഫാൻസി ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഫാൻസി ഷോപ്പിലേക്ക് കുറച്ച് അങ്ങനത്തെ കൊറിയറേ വന്നിട്ട് ഭയ നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊറിയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അടുത്ത ബിസിയാണ് ആ ഡെലിവറി പോയി ചെല്ലിയത്. പിന്നെ ഉമ്മക്ക് അറിയാത്ത കൊണ്ട് ചെല്ലിട്ട് കൊണ്ട് അങ്ങനെ ചെയ്തതൊക്കെ ഒരു ATM-ലേക്ക് പോയിട്ട് ATM-ൽ നിന്ന് പൈസ എടുത്ത്. പിന്നെ ആ പൈസ വരാൻ കാത്തിക്കുന്നില്ല, അതെന്തോ ഒരു പങ്ങനല്ലേ. അങ്ങനെ എന്താക്കി നേരെ എന്താക്കി വിദ്യാനഗരക്കുള്ള ബസ്സിലേക്ക് കയറി. പിന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ കാസർഗോഡ് ഫുള്ള് തിരക്കല്ല. അങ്ങനെ ട്രാഫിക്കിന് എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഭീമാ ജോലിയുടെ ചെക്കന് ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെ തന്നെ ഒരു ഷോപ്പ് മാംഗ്ലൂരിലുണ്ട്. മാത്രം ആ ചെക്കൻ എന്തൊക്കെയാണ് ഡ്രസ്സെല്ലാം ഇട്ടിനിപ്പാ. അങ്ങനെ വിദ്യാനഗർക്ക് വേണ്ടിയാവുണ്ട് എൻ്റെ കിടാനെ കാത്തിക്കുന്നത്. എപ്പം എന്നെ വെയിറ്റ് ആക്കുന്നതന്നെ എനിക്ക് പറഞ്ഞു. അങ്ങനെ എന്താക്കി അങ്ങ് എന്താക്കി ഈ റിക്ഷയിൽ എന്താക്കിയോ നായ്മറമ്പിലേക്ക് വിട്ടു. ആ റിക്ഷ ഒന്ന് കിടാനെ തല മുട്ടിക്കൊണ്ടില്ല കരിഞ്ഞോണ്ടുണ്ടായിന്. അപ്പോൾ ഈ തലി മുട്ടായി മേഞ്ഞ് തരാം അങ്ങനെയുള്ള ആശ്വാസത്തിലാണ് ഓനോടുള്ളത്. അങ്ങനെ ഓനക്ക് കുറച്ച് മുട്ടായി മേഞ്ഞിട്ട് പിന്നെ കുമ്മേങ്ങി. അപ്പോൾ ഓനക്ക് മേങ്ങണം കുമ്മേങ്ങണല്ല, അതല്ല അതിൻ്റെ ഒരു ഇത്. അങ്ങനെ എന്താക്കി ബസ്സിൽ നിന്ന് ഒരു മുട്ടായും തോന്നുന്നു. പിന്നെ എന്തൊക്കെ അങ്ങനെ ഓന് ഉറങ്ങുന്നുണ്ടായിന്. അതും നോക്കിയിട്ട് നേരെ എന്താ ഔത്തേക്ക് എത്തിപ്പാൻ എത്തിയ പാടെ ഞാൻ കൊറിയർ എന്ത് നോക്കാൻ പറ്റി പോയി. കാരണം എന്താ പറയുക, അതൊക്കെ ഒരു കൊള്ളാബായിട്ട് വന്നത്. എന്ത് നല്ല ഞാൻ നാളെ പറഞ്ഞു തരാവേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.